ഒരു ദുഷ്ടമൃഗം എന്ത് ചെയ്തു? അവനെ തിന്നു കളഞ്ഞു. അപ്പനെ, സ്വന്തം സഹോദരനെ കയറ്റി വിട്ടിട്ട് കള്ളക്കഥയും പറഞ്ഞിരിക്കുക. അപ്പൻ അന്ന് മുതൽ തളർന്നു കിടക്കുക. ആരാ? അന്ന് മുതൽ ആരും തളർന്നു കിടക്കുന്നു? യാക്കോബ് തളർന്നു കിടക്കുക. എന്നാ ഈ വിഷയം ഉണ്ടായ സമയം മുതൽ എന്ത് ചെയ്യുന്നു? ഏറിയ നാൾ. തന്റെ ഏറിയ നാളുകൾ മകനെ ചൊല്ലി ദുഃഖിച്ചു കിടക്കുക. ഏത് വായി കൊണ്ടാണോ യോസഫ് മരിച്ചുപോയി എന്ന് പറഞ്ഞത്, ആ വായി കൊണ്ട് തന്നെ ദൈവം ചെയ്യും. ആ വായി കൊണ്ട് തന്നെ അപ്പനോട് പറയും, യോസഫ് ജീവിച്ചിരിക്കുന്നു പറയുവാൻ. യോസഫിന് ഉണ്ടായിരുന്നു, ദൈവം ഉണ്ടായിരുന്നു അല്ലേ? ഈ ദൈവമുള്ള യോസഫ് ഒരു നന്മയില്ലാതെ സകല ഭക്ഷണം മന്ത്രാക്കി വെച്ചു. ഇസ്രായേലിൽ എന്ത് ചെയ്തു? ഇസ്രായേലിൽ ക്ഷാമം വന്നപ്പോൾ എന്ത് ചെയ്തു? വേഗം ഇവിടെ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? യോസഫിന്റെ സഹോദരന്മാര് വരിക. ചെഞ്ചിയും പിടിച്ച് വരുമ്പോ യോസഫ് മാളിക മുഴുവൻ നോക്കുമ്പോ എന്താ എന്റെ ഏട്ടന്മാരാണല്ലോ. ഏട്ടന്മാരെ യോസഫിന് മനസ്സിലായി, അവർക്ക് എന്ത് ചെയ്തില്ല? എന്തിനാ വേണ്ടി വന്നത്? കാരണം എന്തിനാ വന്നത്? യജമാന് ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ വല്ലതും നിന്റെ കാൽ ചൂണ്ടിക്കൊണ്ടുവരുന്ന ദൈവം, ദൈവത്തെ നീ വിശ്വസിച്ചു. എത്ര ബന്ധങ്ങൾ കുടുംബക്കാരെല്ലാം കാൽ ചൂണ്ടി വരുന്ന ദിവസങ്ങൾ വിദൂരമെന്ന് ദൈവത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ പരാജയം നമ്മുടെ പരാജയമല്ല, നമ്മുടെ വിജയത്തിന്റെ ചവിട്ടുപടിയാണ്. വിജയത്തിന്റെ ചവിട്ടുപടിയാണ്. ഓ, നിന്നെ ഇവിടുന്ന് വയറുള്ള ഭക്ഷണം കൊണ്ടുപോയി അപ്പനോട് ചെന്ന് പറയണം, യോസഫോടെ ജീവിച്ചിരിക്കുന്നു. സഹോദരന്മാർക്ക് യോസഫാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം അവന്റെ ചരിത്രത്തെ ദേശക്കാർക്കും ചാർച്ചക്കാർക്കും കുടുംബക്കാർക്കും നിന്നെ വിശ്വസിക്കാത്ത ലെവലിലേക്ക് കർത്താവ് എന്ത് ചെയ്യാൻ പോകുക? മാറ്റാൻ പോകുക. ഈ ക്രിസ്തു മാറ്റാൻ പോകുക. വിശ്വസിക്കാൻ